എല്ലാവർക്കും നമസ്കാരം. അധ്യാപക ദിനം, തിരുവോണം, നബിദിനം മൂന്നും കൂടി സംഗമിക്കുന്ന ഒരു പുണ്യ ദിനമാണിന്ന്. തിരുവോണത്തിൻ്റെയും നബിദിനത്തിൻ്റെയും ആഘോഷ തിരക്കുകൾക്കിടയിൽ അധ്യാപക ദിനം മറന്നു പോകരുത് എന്ന് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഓണവും നബിദിനവും ഉൾപ്പെടെ വിവിധ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി സന്നിവേശിപ്പിച്ചത്, ആ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആദ്യാമൃത് പകർന്നു നൽകിയത് തീർച്ചയായും ഗുരു തന്നെയാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജീവിതത്തിലേറെ വഴിത്തിരിവുകൾ ഉണ്ടായിരുന്നപ്പോഴും എന്നും എപ്പോഴും ഞാൻ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചത് അധ്യാപക കുപ്പായം തന്നെയാണ്. ഒരധ്യാപകൻ്റെ മനസ്സിനെ യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ നിലനിർത്തുന്നത് കുട്ടികളും അവരുടെ കൊച്ചു കൊച്ചു കുസൃതികളും മിടുക്കുകളും നേട്ടങ്ങളും തന്നെയാണ്. ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്ത കബീർദാസിൻ്റെ പ്രശസ്തമായ ഒരു വരികളാണ്. ഗുരു ഗോവിന്ദ് ദോവും ഖടേ കാഗേ ലാഗും പായ് ബൽഹാരി ഗുരു ആപ്നെ ഗോവിന്ദ് ദിയോ ബതായേ. ഈ ദോഹയുടെ കബീർദാസിൻ്റെ ഈ ഈരടികളുടെ അർത്ഥം പലപ്പോഴും എൻ്റെ മനസ്സിനെ വളരെ നല്ല രീതിയിൽ സ്പർശിച്ചിട്ടുണ്ട്. ഗുരുവും ഈശ്വരനും ഒരേ സമയം മുന്നിൽ വന്നു നിന്നാൽ ആദ്യം ആരെ നമസ്കരിക്കും, ആദ്യം ആരെ പ്രണമിക്കും? കബീർദാസ് അതിന് നൽകുന്ന ഉത്തരം, തീർച്ചയായും ഞാൻ ആദ്യം ഗുരുവിനെ പ്രണമിക്കും. കാരണം മറ്റൊന്നുമല്ല, ഈശ്വരനെ എനിക്ക് കാണിച്ചു തന്നത്, ഈശ്വരൻ ആരാണെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് എൻ്റെ ഗുരുവാണ്. അതുകൊണ്ട് ഞാൻ ഗുരുവിനെ ആദ്യം പ്രണമിക്കൂ എന്ന് വിശ്വസിക്കുന്ന നാടാണിത്. ഈശ്വരനേക്കാൾ അപ്പുറമായി ഗുരുവിനെ സ്നേഹിച്ച ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. വേദനയോട് പറയട്ടെ, കാലം മാറി. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ നന്മ കൈമോശം വരുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരീക്ഷയിൽ കോപ്പിയടി പിടിച്ചാൽ, തെറ്റുകൾ തിരുത്തി നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചാൽ കുരുക്കിലാകപ്പെടേണ്ടി വരുമോ എന്ന ആശങ്കയുടെ കാലഘട്ടത്തിലൂടെയാണ് അധ്യാപക സമൂഹം മുന്നോട്ട് പോകുന്നത്. മറിച്ചുള്ള വാദങ്ങളും ഉണ്ടാകാം, അതിനെ ഞാൻ തിരസ്കരിക്കുന്നില്ല. ഏത് മേഖലയിലും ചില പുഴുക്കുത്തുകൾ ഉറപ്പായും ഉണ്ടാകും. അത് അധ്യാപന മേഖലയിലും എത്തപ്പെട്ടു എന്നത് മാത്രമാണ് സത്യം. പവിത്രമായ അധ്യാപക സേവനത്തെ, ജോലി എന്ന പദമല്ല ഞാൻ ഉപയോഗിക്കുന്നത്, അധ്യാപകൻ ശരിക്കും ഒരു ജോലിയല്ല, ഒരു സേവനമാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്ര സേവനം തന്നെയാണ് ചെയ്യുന്നത്. പവിത്രമായ അധ്യാപക സേവനത്തെ അതിൻ്റേതായ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കാമ്പിൽ ആവാഹിച്ചു പ്രവർത്തിക്കുന്ന നല്ല അധ്യാപകരുടെ സമൂഹം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ അധ്യാപകരും വിദ്യാർത്ഥി സമൂഹവും ഒന്നുപോലെ പ്രയത്നിക്കണം എന്നതാണ് എൻ്റെ ചിന്ത. തീർച്ചയായും അധ്യാപകൻ ക്ലാസ് മുറിയിൽ മാത്രമല്ല, അതിനു പുറത്തേക്കും കുട്ടിയുടെ കഴിവിനെ കണ്ടെത്തുന്ന, കുട്ടിയുടെ കുറവുകളെ പരിഹരിച്ച് മുന്നേറുന്ന നല്ല അധ്യാപകരായി മാറണം. കോപ്രായങ്ങളുടെ മേഖലയായി നമ്മുടെ സരസ്വതി ക്ഷേത്രങ്ങളെ മാറ്റാതിരിക്കാം. ആഘോഷങ്ങളും അടിച്ചുപൊളികളും മാത്രമല്ല, പവിത്രതയുടെ മണ്ണുകൂടിയാണ് നമ്മുടെ സരസ്വതി ക്ഷേത്രങ്ങളായ വിദ്യാലയങ്ങൾ. അത് തിരിച്ചറിയുന്ന കാലഘട്ടത്തിലേക്കുള്ള ഒരു കുതിപ്പാണ് ഇന്നിൻ്റെ ആവശ്യം. പ്രിയപ്പെട്ട അധ്യാപകരെ, നമുക്കും മാറണം, മാറിയേ പറ്റൂ. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ നാം പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെടും. അത് യാഥാർത്ഥ്യമാണ്. ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ നൂതന നന്മകളെ അംഗീകരിക്കുവാൻ നാം മടിക്കരുത്. മാറ്റം അനിവാര്യമാണ്. എന്നതിനർത്ഥം പഴമയുടെ നന്മകളെ തച്ചുടച്ച് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രത നശിപ്പിക്കുന്ന ചിലരുടെ പ്രവണതയ്ക്ക് കുടപിടിക്കുന്നവരായി നമുക്ക് മാറാതിരിക്കാം. ഈ പറയുന്ന കാര്യങ്ങളോട് ഒരുപക്ഷെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം.
എന്നാൽ ആത്യന്തികമായി യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ മതിയാകൂ. പഴമയുടെ നന്മയും ഇന്നിൻ്റെ സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചുള്ള പവിത്രമായ ഗുരുശിഷ്യ ബന്ധവും സരസ്വതി ക്ഷേത്രങ്ങളും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കുന്ന വിജ്ഞാന കേന്ദ്രങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മികച്ചൊരു തലമുറയെ വാർത്തെടുക്കാൻ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.